ഈ ഫ്ലവേഴ്സ് TV സംപ്രേഷണം തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി കേരളത്തിലെ ടെലിവിഷൻ ചാനലുകാർ തമ്മിൽ എന്തിനാ ഇത്രയും ശത്രുത, ഉള്ളടക്കത്തിൽ മത്സരിച്ചാൽ പോരെ, അവർക്ക് കാണുമ്പോൾ സംസാരിക്കാനും പത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പോലെ വൈകിട്ടൊരു കോഫി കഴിക്കാനും ഒക്കെ ഒന്നിച്ചു കൂടിക്കൂടെ എന്നുള്ള സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്ലവേഴ്സ് TV അവാർഡ് പ്രഖ്യാപിച്ചു. അതിലൂടെ നമ്മൾ കുറേ ആൾക്കാരെ ആദരിക്കാൻ ശ്രമിച്ചു. കുറേ ചാനലുകാർ വന്നു, കുറച്ച് ചാനലുകാർ വന്നില്ല. പക്ഷേ ഈ ഒരു 10 കൊല്ലത്തിന് ശേഷം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയി. ഇപ്പോഴും ഈ ചാനലുകളിൽ തമ്മിലുള്ള മത്സരമോ കുടിപ്പകയോ കുന്നായ്മയോ ഒന്നും കളയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പരസ്യ വരുമാനമൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പം ശത്രുത കൂടിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ചായ കുടിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്ക് KTF എന്നൊരു സംഘടനയൊക്കെ ഉണ്ട്. സംഘടനയിലൊക്കെ പോയിരുന്ന് ചായ കുടിക്കുന്നതൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കാരണം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒന്നിച്ച് ചായ കുടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള ഒരു നാട്ടിൽ നമുക്കെന്തുകൊണ്ട് അതൊക്കെ കഴിയുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ അതിന് അമൃത TV നടത്തിയ ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും വളരെ നന്നായി. നമുക്കിപ്പോൾ ചാനലുകൾ ഏതായാലും പരിപാടി നന്നായാൽ മതി എന്ന് പറയുന്ന പുതിയ സൂത്രവാക്യം കൊണ്ട് ആളുകൾ പരസ്പരം ബഹുമാനിക്കട്ടെ, പരസ്പരം ആദരിക്കട്ടെ എന്നാണ് അമൃത TVക്ക് പ്രത്യേകിച്ചും